സംസ്ഥാന സർക്കാരിൻ്റെ നവകേരളം പദ്ധതി 2-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാകിരണം മിഷൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ ഭാഗമായി പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ LP സ്കൂൾ 3ാമത്തെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ, വെള്ളൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിനി പ്രദീപ് കുമാർ, PS ബാബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു, നളിനി വിശംബരൻ, PS സജിത്ത്, PB സുരേന്ദ്രൻ, PG ഷാജി തുടങ്ങിയ ജനപ്രതിനിധികളും പങ്കെടുത്തു. ഹെഡ് മിസ്സസ് ശ്രീമതി റിൻസി ജോസ് സ്വാഗതം പറഞ്ഞു. CPI LC സെക്രട്ടറി TS മുരളീധരൻ, PTA പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ, HSC PTA പ്രസിഡന്റ് KM സുധീർ തുടങ്ങിയവരും സന്നിഹിതരായി. പക്ഷേ നമുക്ക് ഓഫീസ് സംവിധാനങ്ങളും കൂടാതെ 4 ക്ലാസ് റൂമുകളുടെ കുറവും കൂടി നികത്തുന്നതിന് വേണ്ടി വീണ്ടും നമുക്ക് 1 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണിത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള 3 സ്കൂളുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും നമ്മുടെ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം കൊടുക്കാനായിട്ട് നമുക്ക് ഈ 2 ഭരണസമിതി കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ സ്കൂളിൽ ഒരുക്കി കൊടുക്കുകയാണ്. ഇതോടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്കൂളുകളിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കളാണ് കൂടുതൽ അധിക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് വിടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവും. നമ്മുടെ ഈ DSR 2018-ഉം 2021 ഒക്കെ എടുത്താൽ എളുപ്പം കൊണ്ട് സാധ്യമാകാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ മുമ്പിൽ നമ്മളൊന്ന് കൂടിയാലോചിച്ച് കോടി രൂപ LP സ്കൂളില് നമ്മുടെ പഞ്ചായത്ത് മുടക്കുന്ന കാശ്, ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ജില്ലാ പഞ്ചായത്ത് മുടക്കുന്ന കാശ്, ബ്ലോക്ക് പഞ്ചായത്ത് മുടക്കുന്ന കാശൊക്കെ കൂടി കൂട്ടിയാൽ ഒരു കോമ്പൗണ്ടിനകത്ത് 14 കോടി രൂപ ജനപ്രതിനിധികളും സർക്കാരും ചേർന്ന് ഒരു സ്കൂളിനകത്ത് സമ്മാനിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു അഭിമാനം നമുക്ക് സമീപ ഭൂതകാലത്ത് എവിടെയെങ്കിലും കേൾക്കാനുണ്ടോ? ചെല്ലും ചെലവും ആർക്കും അറിയാത്ത വിധം ഗവൺമെന്റും അതിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംഭാവന ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ അറിവിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊന്ന് വേണം. നമുക്ക് കൂട്ടായ ആലോചന അക്കാര്യത്തിൽ ആവശ്യമാണ്. എടുത്ത കെട്ടിടങ്ങളെ നമ്മുടെ വീട് പോലെ നോക്കാനുള്ള ചുമതല ഓരോ ക്ലാസ് മുറിയും ഓരോ വരാന്തയും
ശ്രദ്ധിക്കേണ്ട കുട്ടികളുടെ ക്ലാസ്സുകൾ ഏത് എന്ന ചിന്ത നമുക്ക് ഈ സ്കൂളിൽ തന്നെ ആരംഭിക്കണം. LSS മുതൽ വിവിധ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള സ്കൂളുകളിലേക്ക് സ്കോളർഷിപ്പുകളോടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ അവസ്ഥ. IAS-കാരെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിപ്പിക്കാൻ നേരെ തലേ ദിവസം ഇടപെട്ടാൽ മതിയാകില്ല. അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക LP സ്കൂളിൽ നിന്നാണ്. വിശാലമായ ചിന്തയുടെ വികസന ഇടം നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാക്കുക. ഞാനിപ്പോ വന്ന് നിന്ന് സംസാരിക്കുന്നത് LP സ്കൂളിലാണെങ്കിലും അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ വർഷവും SPC-യുടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഒരു ടീമിനെ തയ്യാറാക്കി അവരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി പൊതുസമൂഹത്തിൽ ഉത്തരവാദിത്വപ്പെട്ട കുട്ടികളായി സമർപ്പിക്കും. ഞാൻ സ്വന്തം മണ്ഡലം എന്ന് പറയുമ്പോൾ ഇത്തിരി അഹങ്കാരവും അഭിമാനവും പിന്നെ സ്വാർത്ഥ താല്പര്യവും ഒക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയാലും എത്രയോ സ്കൂളുകളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡുകൾക്ക് പോകാൻ അവസരം കിട്ടിയ ഒരു മന്ത്രിയാണ് ഞാൻ എന്ന ധാരണ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനെ പോയ സ്കൂളുകളിൽ ഏറ്റവും മിടുക്കോടെ ആ പ്രവർത്തനം നടത്തുന്ന SPC ടീമുള്ള പഞ്ചായത്ത് അല്ല സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ പുത്തൂർ സ്കൂളാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. കൂട്ടിക്കുഴച്ച് ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ രൂപം ഉണ്ടാക്കാൻ പറ്റും. അതേ കളിമണ്ണിൽ തന്നെ വെള്ളം നനച്ച് യേശുക്രിസ്തുവിന്റെ ചിത്രത്തെ വീണ്ടും കുഴച്ച് കളിമണ്ണാക്കി കൊടുത്താൽ ആ കളിമണ്ണിൽ നിന്ന് തന്നെ നമുക്ക് യൂദാസിന്റെ ചിത്രവും ഉണ്ടാക്കാൻ പറ്റും. കളിമണ്ണാണ്, ഏത് രൂപത്തിലും ഉണ്ടാക്കാം. ആ രൂപത്തിൽ കുട്ടികൾ ഉണ്ടാക്കുന്നതിൽ നിർബന്ധമായും ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ശില്പികളാണ് ലോവർ പ്രൈമറി സ്കൂളിലെ അധ്യാപകർ. നന്നായി നമ്മുടെ സ്കൂളിലെ അധ്യാപകർ അക്കാര്യം നിർവഹിക്കുന്നുണ്ട് എന്ന ധാരണ തന്നെയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കറിയാം. അതിനെ പിന്തുണയ്ക്കാനാണ് നമ്മുടെ വർണ്ണക്കൂടാരം. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തൊരു സന്തോഷമുള്ള അനുഭവമാണ് യഥാർത്ഥത്തിൽ. വർണ്ണക്കൂടാരമൊക്കെ വന്നതിന് ശേഷം സ്കൂളിൽ വരാൻ കുട്ടികൾ ധൃതി പിടിക്കുകയാണ്. ആനപ്പുറത്ത് കയറാനും മത്സ്യത്തിന്റെ വായിലൂടെ ഇറങ്ങാൻ. ബെഞ്ചിൽ മൂന്നാമതായി അച്ഛൻ എന്നെ കൊണ്ടിരുത്തിയതേ അച്ഛൻ ഓർമ്മയുണ്ട്. അച്ഛൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തി. കണ്ടപ്പോൾ ഞാൻ ടീച്ചറെ എടുത്ത് കൊണ്ടിരുത്തി പോകുന്നത്, ഞാൻ നേരെ വീട്ടിലേക്ക് പോകാണെന്ന് പറഞ്ഞാൽ ഓടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ എല്ലാ സർക്കാർ സ്കൂളുകളിൽ ബഹുഭൂരിപക്ഷവും കുട്ടികളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ഇത് ലാഭകരമല്ല